ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഗിയർ ഷിഫ്റ്റ് കറക്റ്റായിട്ട് എപ്പോൾ ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യം ഇതാണ്: ഞാൻ ഏത് സ്പീഡിലാണ് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന്. അപ്പം ഇതിന് സാധാരണ രീതിയിൽ ആൾക്കാർ പറയാറുള്ളത് 2 പാരാമീറ്റേഴ്സാണ്. അതായത് നിങ്ങൾ ഒന്നീ സ്പീഡ് നോക്കുക, പിന്നെ രണ്ടാമത് RPM നോക്കുക. അപ്പം സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, ഇത് രണ്ടും ഓരോ വണ്ടി വാരി ചെയ്യും. ഇപ്പോൾ ഒരു വണ്ടിക്ക് എത്ര സ്പീഡിലായിരിക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, മറ്റൊരു വണ്ടിക്ക് അതിൽ നിന്ന് വേരിയേഷൻസ് കാണാം. പിന്നെ രണ്ടാമത് തന്നെ നിങ്ങളുടെ വണ്ടിയിൽ ലോഡ് എത്രയ്ക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ കയറ്റത്തിലോട്ടാണോ പോകുന്നത്, അതോ വണ്ടി സ്ലോപ്പ് ഇറങ്ങുവാണോ, അപ്പോൾ അതിനെല്ലാം അനുസരിച്ച് ഇത് വാരി ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വണ്ടിയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ, ഈ വണ്ടിയിൽ ഒരു 10 തൊട്ട് 20 സ്പീഡ് വരെ ഫസ്റ്റ് ഗിയർ എടുക്കാറുണ്ട്. പിന്നെ 20ൻ്റെ മേളിലേക്ക് ഒരു 30-35 വരെ സെക്കൻഡ് പോകാറുണ്ട്. ഒരു 40 വരെ തേർഡ്, 40ൻ്റെ മേളിൽ ഒരു 60 വരെ ഫോർത്ത് പിടിക്കാറുണ്ട്. അത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫിഫ്ത്ത്. പക്ഷേ ഈ റേഷ്യോ ആയിരിക്കില്ല വേറെ ഒരു വണ്ടിക്ക്. ഇപ്പോൾ ഡീസൽ വണ്ടിക്കാണെങ്കിൽ അത് വേറെ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ RPM നോക്കി ചെയ്യാൻ. RPM എന്ന് പറയുന്നത് ഒരു 1500-3000 RPMൻ്റെ ഇടയ്ക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഇത് റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ലെങ്കിൽ RPM മീറ്റർ അല്ലെങ്കിൽ സ്പീഡ് മീറ്റർ നോക്കാൻ. നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും സ്ട്രെയിറ്റ് റോഡിലേക്കായിരിക്കണം. പിന്നെ ചില വണ്ടിക്ക് ഈ RPM മീറ്ററും കാണാറില്ല. ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നത് ബലീനോയുടെ നിങ്ങൾ സിഗ്മ എടുക്കുവാണെങ്കിൽ, എൻ്റെ ഒരു ഓർമ്മ വെച്ച് അതിന് RPM മീറ്റർ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ RPM മീറ്റർ നോക്കുകയും സ്പീഡ് നോക്കി ചെയ്യുന്നതും രണ്ടും അത്ര കറക്റ്റായിട്ടുള്ള കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയായിട്ടൊരു പരിചയം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് വരുത്തുമില്ല. പക്ഷേ ആദ്യം തന്നെ നിങ്ങൾ ഓടിച്ച് പഠിക്കുമ്പോൾ ഇതിനെ ഒരു കോൺസ്റ്റൻ്റായിട്ട് എടുക്കുന്ന ഒരു നല്ല ഇതല്ല. കാരണം നിങ്ങളിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു വണ്ടിയിലായിരിക്കും, മേടിക്കുന്ന വേറെ ഒരു വണ്ടിയായിരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളും കൂടെ വരാറുണ്ട്. അപ്പം നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ഈ സ്പീഡാണ്, 30ൻ്റെ സ്പീഡ് വന്നു, ഇനിയിപ്പോൾ ഞാൻ 3ാമത്തെ ഗിയർ ആക്കാൻ പോവുകയാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതി ആയിരിക്കരുത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിപ്പോൾ ഏത് വണ്ടി എടുത്താലും, ഏത് മോഡൽ എടുത്താലും, ഡീസൽ എടുത്താലും, പെട്രോൾ എടുത്താലും, ഇപ്പോൾ വണ്ടി നിങ്ങളുടെ ഇഞ്ചിൻ്റെ ഒരു നോയ്സ് കാണും, ഒരു ഇഞ്ചിൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് ഉച്ചത്തിൽ കേൾക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യണമെന്ന്. അതായത് ഇപ്പോൾ 3ാമത്തെ ഗിയർ ആണെങ്കിൽ ഒരു നോയ്സ് കൂടുതലായിട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 4ാമത്തെ ഗിയർ ഇടാൻ സമയമായെന്ന്. പിന്നെ നിങ്ങൾ 4ാമത്തെ ഗിയറിൽ നിന്ന് കുറച്ച് സ്പീഡിൽ പോയി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എൻജിൻ നോയ്സ് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത ഗിയർ ഷിഫ്റ്റ്, അതായത് 5th അല്ലെങ്കിൽ 5th നിന്ന് 6th ഇടാനുള്ള സമയമായെന്ന്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എൻജിൻ നോയ്സാണ്. എൻജിൻ നോയ്സ് അനുസരിച്ച് വേണം നിങ്ങൾ വണ്ടി അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീലാവും ഒരു വണ്ടിയുടെ സൗണ്ട്, എൻജിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഏറെ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഗിയർ കൂട്ടുന്ന കാര്യം. അപ്പോൾ 3rd നിന്ന് 4th അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് 3rd അങ്ങനെ പോകുമ്പോഴത്തെ കാര്യം. അപ്പോൾ ഇപ്പം നിങ്ങൾ ഗിയർ കുറയ്ക്കുവാണ്, അതായത് ഇപ്പോൾ 3rd നിന്ന് നിങ്ങൾക്ക് 2nd ആക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും. ഇപ്പോൾ നിങ്ങളൊരു 5th ഗിയറിലാണ്, ഒരു 60യുടെ സ്പീഡിൽ നിന്ന് കുറഞ്ഞ് വണ്ടിയുടെ സ്പീഡ് ഒരു 40ആയി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വണ്ടിയിലൊരു ലാഗ് ഫീലാവും. പിന്നെ വണ്ടിക്ക് നോക്കിങ്ങും വരാൻ തുടങ്ങും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഗിയർ കുറയ്ക്കേണ്ട സമയമായെന്ന്. അതായത് 5th നിന്ന് 4th അല്ലെങ്കിൽ 3rd നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് കുറയ്ക്കേണ്ട സമയമായെന്ന്. എത്രമാത്രം വണ്ടിയുടെ വേഗത കുറഞ്ഞോ അത്രയും ലോവർ ഗിയറിലേക്ക് ആണ് ആക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ടേൺ എടുക്കുവാണ്, ഒരു വളവ് എടുക്കുവാണ്. അപ്പോൾ വളവിൽ നിങ്ങൾ വണ്ടി സ്ലോ ചെയ്താൽ മാത്രം മതി, ഫുള്ളായിട്ട് നിർത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾ 2nd ഗിയർ ഇടുക. അപ്പോൾ 2nd ഗിയർ ഇട്ടാൽ വണ്ടി ഇപ്പോൾ ഫുള്ളായിട്ട് നിർത്തി ഇടേണ്ട ഒരു അവസരം വന്നിട്ടില്ല, ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് സ്ലോ ചെയ്ത് ടേൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾ 2nd ഗിയറിൽ തന്നെ ടേൺ ചെയ്യേണ്ടത്. ഇപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വണ്ടി ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന നിങ്ങൾ എടുക്കുവാണെങ്കിൽ 1st ഗിയർ ഇട്ടിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ വീണ്ടും ഒരു തവണയും കൂടെ പറയാം, വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് ഓരോ വണ്ടിക്കും ഓരോ സ്പീഡ് അനുസരിച്ചായിരിക്കും. ഇപ്പം 30ൻ്റെ സ്പീഡിൽ ഈ ഒരു വണ്ടിക്ക് 3rd നിന്ന് 4th ആക്കണമെങ്കിൽ ചിലപ്പോൾ അതൊരു 40ൻ്റെ സ്പീഡ് വരെ വേറെ ഒരു വണ്ടിക്ക് പോകാൻ പറ്റും. അപ്പം ഓരോ വണ്ടിക്കും
ഗിയറിൻ്റെ റേഷ്യോ വാരി ചെയ്യും. അപ്പം കറക്റ്റായിട്ട് ഈ സ്പീഡിൽ നിന്ന് ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യും. അതൊരു കോൺസ്റ്റൻറ്റ് ഒരു പാരാമീറ്ററേ അല്ല. പിന്നെ രണ്ടാമത്തത് പറഞ്ഞതെന്ന് വെച്ചാൽ RPM മീറ്റർ. RPM നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 1500 to 3000 ഇടയ്ക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ അത് ഒരിക്കലും നിങ്ങളെ ഒരു പ്രാക്ടീസ് ആക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് ഇതാണ്. വണ്ടിയുടെ നോയ്സ്, എൻജിൻ്റെ സൗണ്ട് അനുസരിച്ച് വേണം നിങ്ങൾ ഗിയർ അപ്പ് ഷിഫ്റ്റോ ഡൗൺ ഷിഫ്റ്റോ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളൊരു സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുവാണ്, എൻജിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് അകത്ത് കേൾക്കാൻ പറ്റും, ഫീലാവും. എയർ എൻജിൻ്റെ നോയ്സ് വരുമ്പോൾ നിങ്ങളെപ്പോഴും ഗിയർ 3rd നിന്ന് 4th ആക്കുക, അല്ലെങ്കിൽ 4th നിന്ന് 5th ആക്കുക. ഹയർ ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണം. ഹയർ ഗിയറിലേക്ക് ഇപ്പോൾ എൻജിൻ്റെ സൗണ്ട് കൂടി വരുമ്പോൾ ഹയർ ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം വണ്ടി സ്ലോ ആവുമ്പോൾ നിങ്ങൾക്കത് ഫീലാവും. വണ്ടി ഒരു നോക്കിംഗ് പോലെ ആകാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി മുമ്പോട്ട് നീങ്ങാൻ ഒരു ചെറിയ ഒരു ലാഗ് പോലെ കാണിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഗിയർ ലോ ചെയ്യണം, ലോവർ ഗിയറിലേക്ക് ആക്കേണ്ട സമയമായെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഗിയർ ഡൗൺ ഇതാക്കേണ്ടത്. ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് ഡൗൺ ആക്കേണ്ടത്, അതായത് 3rd നിന്ന് 2nd ആക്കുമോ, അങ്ങനെ ഗിയർ കുറച്ച് ഗിയർ ഡൗൺ ചെയ്യേണ്ട സമയം, അതായത് നോക്കിംഗ് ആകുമ്പോൾ. പിന്നെ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്താലും വണ്ടി മുമ്പോട്ട് നീങ്ങാൻ പ്രതികരിക്കാൻ കുറേ ഏറെ ടൈം എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വണ്ടിയുടെ ഗിയർ ലോവർ ചെയ്യേണ്ടത്, ലോ ഗിയറിലേക്ക് ഇടേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ടേൺ എടുക്കുമ്പോൾ, ഇപ്പോൾ ടേണിന് മുമ്പേ നിങ്ങൾക്ക് സ്ലോ മാത്രം ചെയ്താൽ മതി, വണ്ടി ഫുള്ളായിട്ട് നിർത്തേണ്ട, സ്റ്റോപ്പ് പൊസിഷനിൽ നിന്ന് എടുക്കേണ്ടേ വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബെസ്റ്റ് റിക്കമെൻഡഡ് ഗിയറാണ് സെക്കൻഡ് ഗിയർ. സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് വണ്ടി കൺട്രോളായിട്ട് ടേൺ എടുക്കാനും പറ്റും. അപ്പം ഈ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. ഒന്ന്, സ്പീഡിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം. പിന്നെ രണ്ടാമത് RPM നോക്കിയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് അല്ല, അതായത് ഓരോ വണ്ടിയിൽ നിന്നും ഓരോ വണ്ടിയിലേക്ക് വാരി ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ആ നോയ്സ് അനുസരിച്ച്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്, നിങ്ങളുടെ ആ വണ്ടിയുടെ ആ നോയ്സ് അനുസരിച്ച് വേണം. ഇപ്പോൾ വണ്ടിയുടെ ക്യാബിനകത്തോട്ട് എൻജിൻ്റെ നോയ്സ് കൂടുതലായിട്ട് കയറി വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗിയർ കൂട്ടി കൊടുക്കണം. അതായത് ഇപ്പം 2nd ആണെങ്കിൽ 2nd നിന്ന് 3rd, അല്ലെങ്കിൽ 3rd ആണെങ്കിൽ 3rd നിന്ന് 4th. പിന്നെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളൊരു ഹയർ ഗിയറിലാണ്, ഹയർ ഗിയറിൽ ഇപ്പം വണ്ടിയുടെ സ്പീഡ് സ്ലോ ആകുമ്പോൾ നിങ്ങൾക്കൊരു നോക്കിംഗ് പോലത്തെ ഫീലാവും. പിന്നെ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്താലും വണ്ടി മുമ്പോട്ട് നീങ്ങാനൊരു ലാഗ് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗിയർ ഡൗൺ ആക്കി കൊടുക്കണം. അതായത് 4th ആണെങ്കിൽ 4th നിന്ന് 3rd, 3rd നിന്ന് 2nd അങ്ങനെ കൊടുക്കണം. പിന്നെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വണ്ടി ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ജസ്റ്റ് സ്ലോ മാത്രം ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും സെക്കൻഡ് ഗിയർ ആയിരിക്കും ബെസ്റ്റ്. സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് നല്ലപോലെ വണ്ടി കൺട്രോളും ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ വണ്ടി സ്റ്റോപ്പ് ആക്കിയിട്ട് എടുക്കുവാണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് വേണം എടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഫലപ്രദമായെന്ന് വിചാരിക്കുന്നു. കണ്ടതിന് വേണ്ടി നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇനിയും കൊണ്ടുവന്നുകൊണ്ടിരിക്കും. കണ്ടതിന് വേണ്ടി നന്ദി.